നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി. കണ്ണുകൾ ഒരിക്കൽ കൂടി വലിച്ചോർക്കാൻ ശ്രമിച്ച ശോഭന ടീച്ചർ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന പോലെ പ്രതീതിയായിരുന്നു അവരിൽ. മയക്കം വിട്ടുണരുമ്പോൾ അത്രയും അസഹനീയമായ വേദന അവരെ കാർന്ന് തിന്നു. കണ്ണു ചിമ്മി തുറന്നു കണ്ടതൊരു നേഴ്സിനെയാണ്. ഒന്നും ചിന്തിച്ചില്ല. അവർ വേഗം തന്നെ ആവശ്യപ്പെട്ടു ശ്രീ പാർവതി മേഡത്തെ കാണണമെന്ന്. അത് തന്നെ അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ശോഭന ടീച്ചർക്ക് ബോധം വന്നറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് രാത്രി ഓടിയെത്തിയാണ് ശ്രീ പാർവതി. 2 മണിക്കൂറോളമായി ഐസിയുവിൽ താൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. വീണ്ടും ഒരു മയക്കത്തിലേക്ക് വഴുതി വീണ ശോഭന ടീച്ചർ ഉണരുന്നു നോക്കി ശ്രീ ക്ഷമയോടെ കാത്തിരുന്നു. പുലർച്ചെ എപ്പോഴോ ഒന്ന് മയങ്ങിയുണ്ടെന്നാണ് ജാൻ. ചെറുമയക്കം കഴിഞ്ഞുണരുമ്പോൾ അത്രയും നെഞ്ചിലൊരു ഭാരമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഈ ഭാരം ഒറ്റ രാത്രി കൊണ്ട് ഇനി തന്റെ ജീവിതത്തിലെ എല്ലാ രാത്രികളിലും ഉണ്ടാവുമെന്ന് ഓർത്തു അവൻ. തന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് ഉറങ്ങുന്ന തന്റെ നിലാവിനെ അവൻ മുഖം താഴ്ത്തിയൊന്ന് നോക്കി. ഇഷ്ടപ്പെട്ട പൊസിഷനിൽ ഇനി കിടക്കാൻ പറ്റുമെന്ന് തോന്നില്ലെന്നോർത്ത് അവന്റെ ചുണ്ടിലൊരു ചിരി മിന്നി. 2 മണിക്കൂർ മുന്നേ വരെ പെണ്ണിന്റെ നിശ്വാസങ്ങൾ ഈ റൂമിലാകെ നിറഞ്ഞു നിന്നതാണ്. ചെറുമയക്കം കഴിഞ്ഞുണരുമ്പോൾ അത്രയും കുറുകിക്കൊണ്ട് തന്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ച് ചുംബിച്ചും എന്തോ വേണമെന്ന് പറയാതെ പറയും അവൾ. ഓരോ തവണയും തന്റെ വന്യത താങ്ങാൻ കഴിയാതെ കിതച്ചുകൊണ്ട് പറയും, മതി ഉണ്ണിയേട്ടാ, ഇനി വേണ്ട, പറ്റുന്നില്ല. ഇതാണ് അവസാനം അവളുടെ നാവിൽ നിന്നും കേട്ടത്. എന്നിട്ട് വീണ്ടും കുറുകിക്കൊണ്ടുവരുന്നവളെ കണ്ടില്ലെന്നടിക്കാൻ അവനും കഴിയില്ല. ആ ഓർമ്മയിൽ ജാനൊന്ന് ചിരിച്ചുപോയി. സമാധാനമായി ഉറങ്ങുന്നവരുടെ മൂർത്താവിൽ അവൻ അമർത്തി മുത്തി. ആളെ നെഞ്ചിൽ നിന്ന് മാറ്റി ബെഡിലേക്ക് കിടത്തി. ഒന്ന് കുറുകിക്കൊണ്ട് അവൾ ബെഡിലേക്ക് അമിഴ്ന്ന് കിടന്നു. ജാൻ പതിയെ എഴുന്നേറ്റു. ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു ട്രാക്ക് പാന്റും ടീഷർട്ടും എടുത്ത് ധരിച്ചു. രാത്രിയിൽ ബാത്റൂമിൽ അഴിച്ചു വെച്ച നീലാംബരിയുടെ വസ്ത്രങ്ങളും രാത്രി തങ്ങൾ ഉപയോഗിച്ച നനഞ്ഞ ടവലുമെല്ലാം അവൻ പിന്നിലേക്ക് ഇട്ടു. ശേഷം ട്രോളി തുറന്ന് അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഡയറികൾ കയ്യിലെടുത്തു. ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി, ഇത് അങ്കിളുടെ ഒരു ശീലമായിരുന്നില്ല. എല്ലാം എല്ലാവരും അറിയണമെന്ന ഉദ്ദേശത്തിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് എഴുതി തീർത്തതാവണം. ഡേറ്റുകളില്ലാതെ ഒരു തുടർക്കഥ പോലെ ഒരേ മഷി പേനിൽ ഒരേ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി തീർത്ത ഡയറികൾ. 1, 2 എന്ന് എഴുതിയ ഡയറിയിൽ നിന്നും 1-ാം നമ്പർ ഡയറി ജാൻ കയ്യിലെടുത്ത് അവൻ ബെഡിലേക്ക് വന്നിരുന്ന് ഹെഡ് റെസ്റ്റിലേക്ക് ചാരി. ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ താളുകൾ മറിച്ചു. ഞാനെന്ന് എഴുതിയ വാക്കിൽ നിന്ന് അവൻ വായിച്ചു തുടങ്ങി. പറയൂ ടീച്ചർ, എന്തിനെന്നെ കാണാൻ വാശി പിടിച്ച്? എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം. ശോഭന ടീച്ചർ നേരത്തെ സ്വരത്തിൽ ശ്രീയോട് പറഞ്ഞു. അറിയാം എന്തൊക്കെ ഈ തലയിൽ കിടന്ന് പുകയുന്നുണ്ടെന്ന്. അതിനുമുമ്പ് കേൾക്കുമ്പോൾ സന്തോഷാവുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ. നീലാംബരി ഇപ്പം എൻ്റെ മരുമകളാ. എൻ്റെ മകൻ ജാൻ അവളെ വിവാഹം കഴിച്ചു. പിന്നെ കിരൺ കാവ്യയും വിവാഹം കഴിച്ചു. കാവ്യ ആരാണെന്ന് ടീച്ചർക്ക് അറിയില്ലേ? ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും ശ്രീയുടെ ആ ചോദ്യത്തിന് അവരൊന്ന് പുഞ്ചിരിച്ച് മാത്രമേ ഉള്ളൂ. നീലാംബരിയുടെ ഫ്രണ്ടല്ലേ ടീച്ചർ? അതുമാത്രമല്ല, ടീച്ചർക്ക് ഒരു പക്ഷെ അവളെ കൂടുതൽ അറിയാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം എന്തായാലും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം നിങ്ങൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. പിന്നെ ഒരു കാര്യം, സർജറിക്ക് മുമ്പ് എനിക്ക് പറയാൻ കഴിയാതെ പോയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നാഥിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ശിവൻ എൻ്റെ ശിവേട്ടന്, എൻ്റെ ഹസ്ബൻഡ് ശിവനാഥ് മേനോൻ. തികഞ്ഞ അമ്പരപ്പോടാവും വിധം കണ്ണുകൾ വിടർത്തി അവർ സ്ത്രീയെ നോക്കി. മറവിയോ മരണമോ എന്നെ കാർന്നു നിന്നതിന് മുമ്പ് എനിക്കെല്ലാം തുറന്നു പറയണം. ആദ്യം നാഥനിൽ നിന്നും തുടങ്ങാം. ഞാനീ പറയാൻ പോകുന്ന നാഥന് എൻ്റെ ഭർത്താവ് പ്രേമൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യമാണ്. അന്നീ ഞാൻ പോലും പ്രേമയുടെ ജീവിതത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. 10-28 കൊല്ലം മുമ്പുള്ള കഥ. അധ്യാപന ജീവിതത്തിൻ്റെ തുടക്കത്തിൽ പ്രേമേട്ടന് ഒത്തിരി യാത്രകൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കലും മഹാരാഷ്ട്രയിലെ ഒരു യാത്രക്കിടെയാ പ്രേമേട്ടൻ നാഥനെ ആദ്യമായി കാണുന്നത്. ശോഭന ടീച്ചറുടെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ ജാന്റെ കണ്ണുകൾ ഡയറിയിലെ അക്ഷരങ്ങളിലൂടെ അതിവേഗം മുന്നോട്ട് കുതിച്ചു. അമ്മയും മകനും ഒരേ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. നാഥ് മേനോൻ ഫ്ലാഷ് ബാക്ക്. അവൻ നടന്നു. നിറഞ്ഞു തൂവുന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് മുതയിലായി വലിയൊരു ബാഗും കഴുത്തിൽ തൂക്കിയ ക്യാമറയിൽ ഇടത് കൈ ചേർത്ത് വെച്ചുകൊണ്ട് വലതു കൈയിൽ കരുതിയ ലോങ് സ്റ്റിക്ക് നിലത്ത് മുട്ടിച്ചുകൊണ്ട് അതിവേഗം കാടുകയറി അവൻ. നാഥ് മേനോൻ. മനസ്സിൽ നിറയെ കുഞ്ഞു ജാന്റെ മുഖമാണ്. 2 വയസ്സുള്ള തന്റെ കുസൃതി കൊടുക്ക, തന്റെ സ്ത്രീയുടെ മകൻ, തന്റെ പ്രാണൻ. അവനെ കണ്ട് അവനോടൊപ്പം കളിച്ചും കൊതി തീർന്നിട്ടില്ല. യാത്രകളൊക്കെ ഉപേക്ഷിച്ച് ജാന്റെ കൂടെ മാൻഷനിൽ തന്നെ കൂടിയതായിരുന്നു 2 കൊല്ലം. പക്ഷെ അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. നാഥ്, 10-27 വയസ്സാവറായി നിനക്ക്. കാടും മേടും കയറി ഫോട്ടോ എടുത്ത് നടന്നോ ഇങ്ങനെ? ശിവയെ കണ്ടു പഠിക്കടാ നീ. നല്ല പ്രായത്തിൽ പഠനവും പൂർത്തിയാക്കി ബിസിനസ്സും ഏറ്റെടുത്ത് നിന്റെ പെങ്ങളെയും കിട്ടിയതേ. ഇപ്പൊ അവന്റെ കൊച്ചിന് 2 വയസ്സുമായി. നീ ഇങ്ങനെ നടന്നോ? കരകത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജയേന്ദ്രമേനോൻ പറഞ്ഞു തുടങ്ങിയതും നാഥ് കുഞ്ഞു ജാനെ നിലത്തിരുത്തി എഴുന്നേറ്റു. കുഞ്ഞു വെള്ളാരം കണ്ണുകൾ ഉയർത്തിയ 2 വയസ്സുകാരൻ തന്റെ അങ്കിളിനെ നോക്കി. അങ്കി? അവന്റെ ആ വിളി കേൾക്കാതെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവൻ മുറിയിലേക്ക് പോയി. ഉറങ്ങിക്കിടന്ന ജാന വാരിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അവൻ ആ കുഞ്ഞിന്റെ കാതിൽ പതിയെ പറഞ്ഞു, അങ്കിയുടെ മുത്ത്
അങ്ങി പോവാടാ, വരും എന്റെ പൊന്നിനെ കാണാൻ. രാത്രിയുടെ മറവിൽ അവൻ യാത്ര തിരിച്ചു. ഈ യാത്ര പതിവായതുകൊണ്ട് മാൻഷനുള്ളവർ തന്നെ അന്വേഷിക്കില്ലെന്ന് അവൻ അറിയാം. ആ യാത്രയെ ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ ഈ കാട്ടിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഒരു വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ മറപറ്റി അവൻ ഈറനണിഞ്ഞ് അങ്ങനെ ഇരുന്നു. പ്രകൃതിയുടെ വശ്യത തന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ട് ബാഗിൽ കരുതിയ റസ്ക് പാക്കറ്റുകളും ബിസ്ക്കറ്റുകളും ഫ്ലാസ്കിലെ ബ്ലാക്ക് കോഫിയും കൊണ്ട് മാത്രം അവൻ വിശപ്പടക്കി. അവന്റെ ആ വെള്ളാരം കണ്ണുകളും ആ ചെമ്പൻ മുടിയും വെളുത്ത ഉയരമുള്ള ഉറച്ച ശരീരമൊക്കെ ഒരിക്കൽ നോക്കുന്നവരെ പോലും പിടിച്ചിരുത്തി വീണ്ടും വീണ്ടും നോക്കിക്കാൻ മാത്രം പോകുന്നതായിരുന്നു. അത്രമേൽ സുന്ദരനായ പുരുഷൻ മിന്നലും ഇടിയും ഭൂമിയിലേക്ക് പതിക്കുന്ന നിമിഷം മഴയുടെ നനവിൽ കുളിർന്ന് കൈകൾ വിടർത്തി നെഞ്ചും വിരിച്ച് വാനിലേക്ക് നോക്കി അവൻ അവയെ സ്വാഗതം ചെയ്തു. വെള്ളച്ചാട്ടത്തിനൊപ്പമെത്താൻ പാറയുടെ മുകളിൽ നിന്ന് അവൻ ഊക്കോട് അരുവിയിലേക്ക് എടുത്ത് ചാടി. വെള്ളത്തിന്റെ അടിത്തട്ടിലെത്തി കുഞ്ഞു വെള്ളാരങ്കലുകൾ പെറുക്കി ചുണ്ടുകൾ കൂർപ്പിച്ചു വരുന്ന മത്സ്യസുന്ദരിക്ക് കുസൃതിയോടെ ചുംബനം നൽകി അവൻ ഉയർന്നു പൊങ്ങി. നഗ്നമായ അവന്റെ വിരിഞ്ഞ നെഞ്ചിൽ ആടിയുലഞ്ഞ രുദ്രാക്ഷമാലയിൽ തട്ടിത്തഴുകി അരുവിയിലെ വെള്ളം താഴേക്ക് പതിച്ചു. മറഞ്ഞിരുന്ന വന്യമൃഗങ്ങളെ പോലും തന്റെ ക്യാമറ കണ്ണുകളാൽ ഒപ്പിയെടുക്കുന്നവൻ വന്യതയുടെ അടുത്ത തലമുറയവരെ കൈയാൽ കോരിയെടുത്ത് താഴ്ന്നിച്ചിരുന്നു. കിളികളുടെ കൊഞ്ചലിൽ മതിമറന്ന് കാറ്റിലാടിയുലയുന്ന വൃക്ഷങ്ങളുടെ പാട്ടിൽ ലയിച്ച് കാടിന്റെ മുത്തായി അവൻ മതിമറന്നു. വീണ്ടും മരകയറിയവൻ ആൾവാസമുള്ള ഒരു കാട്ടിൽ എത്തിച്ചേർന്നു. ആദിവാസികൾ എന്ന് തോന്നും വിധത്തിൽ വസ്ത്രം ധരിച്ചവർക്കിടയിൽ അവൻ തികച്ചും വ്യത്യസ്തനായി മാറി. അവന്റെ ഭംഗിയിൽ അവിടെയുള്ളവർ അവനെ കൗതുകത്തോടെ നോക്കി. ഭാഷ വഴങ്ങിയില്ലെങ്കിലും അവൻ അവർക്ക് പ്രിയപ്പെട്ടവനായി. മലയാളിയാണോ? പുറകിൽ നിന്നും കേട്ട ശബ്ദം നാദു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഹായ്, ഞാൻ പ്രേമൻ. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തനിക്ക് നേരെ കൈനീട്ടുകയാണ്. എന്നെ കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നിയോ? നാദൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഇല്ല, ഒരിക്കലും തോന്നില്ല. ഒരു വിദേശി ലുക്കുണ്ട്. പക്ഷെ കഴുത്തി കിടക്കുന്ന രുദ്രാക്ഷവും തൃശ്ശൂലവും തന്നെ ചതിച്ചു കേട്ടോ. നാദും പ്രേമം ഒരുപോലെ ചിരിച്ചു. ഞാനൊരു അധ്യാപകനാ. ഇവിടുത്തെ പുരന്തർകോട്ട കാണാൻ ഒരു ആഗ്രഹം. അങ്ങനെ വന്നാ അപ്പൊ പിന്നെ ഒന്ന് മല കയറാന്ന് കരുതി. നാട്ടിലെവിടെയാ? അല്ല, പേര് ചോദിച്ചില്ലല്ലോ. ഞാൻ നാഥൻ. വീട് അങ്ങനെയൊന്നുമില്ലടോ. ഞാൻ തങ്ങുന്നിട എൻ്റെ ലോകം, അത്രയേ ഉള്ളൂ. ചുരുങ്ങിയ വാക്കുകളിലൂടെ നാഥ്യതിരിയുള്ളവൻ്റെ വായടപ്പിച്ചു. ഓ, അതുകൊള്ളാം. കറങ്ങി നടന്ന ജീവിതം ആസ്വദിക്കുകയാണല്ലേ. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. എനിക്ക് തിരുവനന്തപുരത്തൊരു ജോലി ശരിയായി. സ്കൂളിൽ തന്നെയാണ്. അവിടേക്ക് പോകുമ്പോൾ ഒരു കറക്കം, അത്രയേ ഉള്ളൂ. കാട് കയറിയപ്പോഴാണ് ഇങ്ങനൊരു ആദിവാസി ഊരുള്ള പോലും ഞാൻ അറിയുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ വെറും സാധുക്കളാണ്. വേണ്ടുന്ന ഭക്ഷണം എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തവർ. നോക്ക്, കുടിൽ കെട്ടി താമസിക്കുന്നുണ്ടില്ലേ? പ്രേമം പറയുമ്പോൾ നാഥ് ചുറ്റുമൊന്ന് നോക്കി. ശരിയാണ്, കുടിൽ കെട്ടിയാണ് അവർ താമസിക്കുന്നത്. പക്ഷെ അവരുടെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. തങ്ങളുടെ ഇല്ലായ്മകൾ ഒരു പുഞ്ചിരിയാൽ മറച്ചു പിടിച്ച് കള്ളവും കാപ്പട്യവും ഇല്ലാതെ ജീവിതം ആസ്വദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഭക്ഷണത്തിലുള്ള തയ്യാറെടുപ്പ് എന്ന പോലെ സ്ത്രീകൾ പുറത്തെ അടുപ്പിൽ പാചകം ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികളെ വലിയ തുണി കൊണ്ട് കെട്ടി മുതലിൽ തൂക്കിയിട്ടുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ബഹുമാനത്തോടെ ഇരുവരും നോക്കിയിരുന്നു. പ്രേമന് ഒറ്റക്കാണോ? നാഥ് പ്രേമനെ നോക്കി ചോദിച്ചു. ആ, ഒറ്റക്ക. പക്ഷെ ആ നിൽക്കുന്ന ആളെ കണ്ടോ? പൂനെയിൽ താമസിക്കുന്ന ആളാ. ഇംഗ്ലീഷ് അറിയാൻ പുള്ളിക്ക്. അതുകൊണ്ട് പുള്ളിയെ കൂടെ കൂട്ടി. ഭാഷ അറിയാത്തിടത്ത് എങ്ങനെ തങ്ങാൻ കഴിയും? ഈ ആദിവാസി ഊരൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഇന്ന് രാത്രി കഴിഞ്ഞ് ഞാൻ മലയിറങ്ങും. ഭാഷ അറിയില്ലെങ്കിലും നമുക്ക് അവർക്കിടയിൽ ജീവിക്കാൻ കഴിയും പ്രേമൻ. നാഥ് പറയുമ്പോൾ പ്രേമനൊന്ന് ചിരിച്ചു. ഓ, ഞാൻ ഓർത്തില്ല. ഈ കാര്യത്തിൽ എന്നേക്കാൾ എക്സ്പീരിയൻസ് തനിക്കാണല്ലോ. അല്ല, ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടോ? പിന്നെ ഒത്തിരി. മലയാളിയായിട്ട് കൂടി കേരളം ഒഴികെ പല സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങൾ വരെ പോയിട്ടുണ്ട്. ഒരു പൊട്ടിച്ചിരിയോടെ നാഥ് പറയുമ്പോൾ പ്രേമന് അതുപോലെ ചിരിച്ചു. അത് കൊള്ളാം. ചിരിച്ചുകൊണ്ട് തന്നെ ഇരുവരും ഒരു മരച്ചോട്ടിൽ മലർന്നു കിടന്നു. തന്നെ മാരേജ് കഴിഞ്ഞോളൂ ചോദിച്ചുകൊണ്ട് നാഥ് പ്രേമിനെ തലയിരിച്ച് നോക്കി. ഏയ് ഇല്ല, എൻ്റെ പെണ്ണെൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. കല്യാണി എന്നെ ഉറപ്പണ്ട. പഠിക്കാണ് കക്ഷി. 5-6 കൊല്ലം കൂടി കാത്തിരിക്കേണ്ടി ഒരാളെ കെട്ടാം. ഇപ്പൊ തന്നെ എനിക്ക് 28 കഴിഞ്ഞു. ഇനി മൂക്കിൽ വലുകൾക്കും പെണ്ണിനെ കെട്ടുമ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. അമ്മയ്ക്ക് തീരെ വയ്യണം. അതുകൊണ്ട് മുറപ്പെണ്ണിനെ നോക്കിയിരിക്കാതെ മറ്റൊരു ബന്ധത്തിന് അമ്മ നിർബന്ധിക്കുക. എനിക്കാണെങ്കിൽ അവളില്ലാതെ പറ്റില്ല. അവൾക്ക് അങ്ങനെ തന്നെയാ. ഒരധ്യാപകനായ ഞാനെങ്ങനെയാ 15 വയസ്സുള്ള പെണ്ണിനെ കിട്ടുക? ആ, കാത്തിരിക്കാം. ആദ്യയോടെ പഠിത്തം കഴിയട്ടെ. എന്നാലും ഞങ്ങൾ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. പ്രണയത്തിനൊക്കെ ഒരു പ്രായം തടസ്സമാണോ? നാദോൻ ചിരിച്ചു. ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ടും ഇതുവരെ ഒരു പെണ്ണിനോട് പോലും ഒരു വികാരവും തോന്നാത്ത ഞാനെന്ത് പറയാനാടോ? ഒപ്പം പ്രേമനും ചിരിച്ചു. ചെറുമയക്കം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ നാഥ് കാണുന്നത് ദൂരെ ഈ ഒരു നീലമയം മാത്രമാണ്. അവൻ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി അവിടേക്ക് നടന്നു. ഒരുതരം കുറ്റിച്ചെടി. അവയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന തണ്ടിൽ തുരുതുരെ നീലപ്പൂക്കൾ. അവയിൽ നിന്ന് തഴുകി നാഥ് അതിന്റെ അടുക്കളയിരുന്നു. ഒരു കുലയൊടിച്ച് മണത്തു. വശ്യമാർന്നൊരു സുഗന്ധം അവന്റെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. മലബാർ ഡെൽഫിനിയം. പുറകിൽ നിന്നും പ്രേമം പറയുന്നതായിട്ട് നാഥ് തിരിഞ്ഞു നോക്കി. നീലാംബരി എന്നൊരു വിളിപ്പേരുണ്ട്. നാട്ടിൽ കാണുന്ന നീലാംബരി അല്ല കേട്ടോ. ഇത് വേറെ, ഇൻഡിഗോ പ്ലാന്റ്. ഇത് ഡെൽഫിനിയം.
പ്രേമം ബോട്ടണിയാണോ? അല്ലടോ, ഹിസ്റ്ററിയ. ഇരുവരും ചിരിച്ചു. നീലാംബരി. നാദു മനസ്സിലായി ചേർത്ത് വെച്ചു ആ പേര്. ഒരു പൂവ് അടർത്തിയെടുത്ത് അവൻ തന്നെ ബാഗിലിട്ടു. ജാന് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം. അന്ന് ഈ പൂവ് ആടിപ്പോവില്ലേ? അവൻ മനസ്സിൽ ഓരോന്ന് ഓർത്തു. പെട്ടെന്നാണ് ഒരു കുടിലിന്റെ വാതിൽക്കൽ ഒരു സ്ത്രീയെ അവർ ശ്രദ്ധിച്ച്. പൂർണ്ണ ഗർഭിണിയാണ്. എന്നിട്ട് കൂടി ഒരു കുട്ടിയെ തോളിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ നിലത്തിരുന്ന് ഭക്ഷണം പാചകം ചെയ്യുകയാണ്. നന്നേ ക്ഷീണിച്ച അവൾ ഇടയ്ക്കിടക്ക് കഴുത്തിൽ പൊടിയുന്ന വിയർപ്പ് തുടച്ചു കളയുന്നുണ്ട്. നിലത്തിൽ നിന്നും പതിയെ എഴുന്നേറ്റ് അവൾ വേച്ച് പുറകിലേക്ക് മലർന്ന് വീഴാൻ പോയതും രണ്ട് കൈകൾ അവളെ താങ്ങിയിരുന്നു. സുന്ദരിയായ ആ പെൺകുട്ടി തന്റെ കയ്യിൽ പിടിച്ച് തന്നെ രക്ഷിച്ചവനെ നന്ദിയോടെ നോക്കി. അതീവ ദേഷ്യത്തിൽ നാഥ അവളുടെ തോളിൽ നിന്നും ആ കുഞ്ഞിനെ വലിച്ചെടുത്ത് മാറോട് ചേർത്തു. ഏയ്, സൂക്ഷിക്കണ്ടേ? നീ മലർന്നു വീഴുന്നെങ്കിൽ നിന്റെ വയറ്റി കിടന്ന കുഞ്ഞിനും നിന്റെ മുതിൽ കിടന്ന ഈ കുഞ്ഞിനും വല്ലതും സംഭവിക്കായിരുന്നില്ലേ? ഇവിടെ വേറെ ആരുമില്ലേ? നിന്റെ ഭർത്താവ് ഇവിടെ? നാഥ് ചോദിക്കുന്ന ഭാഷ അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ അവൻ വഴക്ക് പറയുന്നത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കണ്ണുകൾ നിറച്ച് മുഖമിനിച്ച് നിന്നു. അപ്പോഴേക്കും ഒരു പുരുഷൻ അവിടേക്ക് ഓടി വന്ന് അവളെ പിടിച്ച് നിലത്തായിരുത്തി. ശേഷം നാഥിനെയും പ്രേമനെയും നോക്കി പുഞ്ചിരിച്ച ശേഷം അവൻ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. അവനവളുടെ ഭർത്താവായിരുന്നു. നാഥ് തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി. ആൺകുട്ടിയാണ്. ദേഹത്ത് വസ്ത്രം ഒന്നും തന്നെ ഇല്ല. വെളുത്തു മെലിഞ്ഞൊരു സുന്ദരൻ. ആ കുഞ്ഞ് നാഥിന്റെ മുഖത്ത് ഉറ്റുനോക്കി കൊച്ചരിപ്പല്ല് കാട്ടി ചിരിച്ചു. പ്രേമന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഭാഷയിൽ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അയാൾ പ്രേമനോട് എന്തൊക്കെയോ പറഞ്ഞു. നാഥ, ഈ മോന് നടക്കാൻ കഴിയില്ല. 2 വയസ്സായി. അതവൾ ഈ പ്രായത്തിൽ ഈ മോനെ ചുമലിൽ തൂക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നത്. പ്രേമം പറയുന്ന കേട്ട് നാഥ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അയാളുടെ മനസ്സിൽ നിറഞ്ഞതത്രയും അനുസരണയില്ലാതെ മേഷം വലം വയ്ക്കുന്ന കുഞ്ഞ് ജാന്റെ മുഖമായിരുന്നു. അവളും ഭർത്താവും ഭക്ഷണം കഴിക്കുന്നത് വിശ്രമിക്കുന്നത് നോക്കി നാഥ മരച്ചോട്ടിൽ പോയിരുന്നു. കയ്യിൽ താൻ കൊടുത്ത ഒരു കുല നീലാംബരി പൂവുമായി തന്റെ നെഞ്ചിൽ തലയായി ചുറങ്ങുന്ന ആ കുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നാഥ അങ്ങനെ ഇരുന്നു. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കേണ്ട സമയമായതും ഒരു പുഞ്ചിരിയോടെ അവൾ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോഴും തന്നെ അമ്മയുടെ തോളിൽ മുഖം ചേർത്ത് വെച്ച് അവൻ നോക്കിയതത്രയും നാഥിനെ ആയിരുന്നു. അവൾ അവർക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി. ഏതോ ഇനം കാട്ടുകിഴങ്ങ് പുഴുങ്ങിയതാണ്. രാത്രി ആയതോടെ നാഥനും പ്രേമ ആ മരച്ചോട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. രാത്രിയുടെ തണുത്ത അന്തരീക്ഷത്തിൽ നീലാംബരി പൂവിന്റെ വാസനയേറ്റ് കുഞ്ഞു ജാന സ്വപ്നം കണ്ടുകൊണ്ട് സമാധാനത്തോടെ ഉറങ്ങി. നാഥുമേനോൻ എന്ന ചെറുപ്പക്കാരൻ. രാത്രിയുടെ ഏതോ യാമത്തിൽ അസഹ്യമായ ചൂടും വെളിച്ചവും അടിച്ചാണ് നാഥും പ്രേമനും ഉണർന്നത്. നോക്കുമ്പോൾ മുന്നിൽ കാണുന്ന എരിഞ്ഞമരുന്ന കുടിലുകളാണ്. എങ്ങനെയോ തീ പടർന്നു പിടിച്ചതാണ്. ഒരു കാട്ടു തീ പോലെ ഭീകരമായ കാഴ്ച. ഒപ്പം മലമുറിയിട്ട് കരയുന്ന മനുഷ്യരുടെ ശബ്ദവും മാംസം കരയുന്ന മണവും കൂടിയായപ്പോൾ ആ കാഴ്ചയുടെ ഭീകരതയേറി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പകപ്പോടെ നോക്കി നിന്നു പോയി നാഥും പ്രേമനും. പെട്ടെന്നാണ് കുടിയിൽ നിന്ന് ആ പെൺകുട്ടി പാതി കത്തിയിരിക്കുന്ന ദേഹവുമായി അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയിറങ്ങിയത്. കയ്യിൽ കരുതിയ തുണിക്കെട്ടവൾ നാഥിന് നേരെ വലിച്ചെറിഞ്ഞ ശേഷം ഇരു കൈകളും കൂപ്പി. നാഥ് ആദ്യം ഓടിയത് അവൾക്കടുത്തേക്കാണ്. അവളുടെ പുറകിൽ കുടിലിനുള്ളിൽ പൂർണ്ണമായും കത്തുന്ന മറ്റൊരു ശരീരവും നാഥ് കണ്ടു. അത് അവളുടെ ഭർത്താവായിരുന്നു. തുണിക്കെട്ട് മറികടന്ന് നാഥ് കുടിലിനരികിലേക്ക് ഓടിയ നിമിഷം ആ കുടിലൊന്നാകെ തകർന്നൊരു വലിയ തീഗോളമായി അവളെ മറച്ചിരുന്നു. ഭീകരമായ ആ കാഴ്ചയിൽ ഒരു പകപ്പോടെ നാഥ് കണ്ണുകൾ പൊത്തി. അവൻ തിരിഞ്ഞ ആ തുണിക്കെട്ടിലേക്ക് നോക്കി. ആ മോൻ അവന് വലിയൊരു തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ചൂടേറ്റു ബോധം നഷ്ടമായ തന്റെ ആദ്യത്തെ കൺമണിയെ എങ്ങനെയും രക്ഷിക്കാൻ ദേഹത്തേക്ക് തീ പടർന്നു കയറുമ്പോഴും പൂർണ്ണ ഗർഭിണിയായ അമ്മ ശ്രമിച്ചിരുന്നു. ഒരമ്മയുടെ കരുതൽ മുഴുവൻ അവന്റെ ദേഹത്തുണ്ടായിരുന്നു. കുടിയിൽ അവശേഷിച്ച വസ്ത്രങ്ങൾ മുഴുവൻ ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് വലിഞ്ഞെട്ടി പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ആ അമ്മയുടെ കണ്ണിൽ മരച്ചൂട്ടിൽ പകച്ചു നിൽക്കുന്ന നാത്തുമേനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരേ സമയം അമ്മ മരണത്തെയും ദൈവത്തെയും ഒരുമിച്ച് കണ്ടിരുന്നിരിക്കണം. നാഥ ആ മോനെ വാരിയെടുത്തുകൊണ്ട് പിന്തിരിഞ്ഞോടി. നീലാംബരി ചെടികളുടെ മറവിൽ അവനെയും ചേർത്ത് പിടിച്ചിരുന്നു. തീയും പുകയും കെട്ടടങ്ങിയിടത്തിൽ മനുഷ്യമാംസം കരയുന്ന ഗന്ധം മാത്രം അവശേഷിച്ചു. രക്ഷപ്പെട്ടവർ നഷ്ടപ്പെട്ടവരെ ഓർത്ത് പലയിടങ്ങളിലായിരുന്ന അലമുറയിട്ട് കരയുന്നുണ്ട്. നാഥ ആ മോനെ കുലുക്കി വിളിച്ചു. ശ്വാസമുണ്ടെന്നല്ലാതെ അവൻ കണ്ണു തുറന്നില്ല. പ്രേമ, എന്റെ ബാഗിൽ വെള്ളം കാണും, ഒന്ന് എടുത്തിട്ട് വരാം. ഇവൻ കണ്ണു തുറക്കുന്നില്ല. ജാൻ, മോനെ ജാൻ. അയ്യോ, പേരറിയില്ലല്ലോ എന്റെ ജാൻ. നാഥ് പകപ്പോടെ അവന്റെ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തു. പ്രേമൻ വേഗം മരച്ചുവട്ടിലേക്ക് ഓടി. പക്ഷെ ബാഗിനുള്ളിലെ കുപ്പി കാലിയായിരുന്നു. നാഥ, ആ വെള്ളമില്ലല്ലോ. ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? എന്റെ ദൈവമേ, ഒരു വഴി കാട്ടി തരണേ. മോനെ ജാൻ, ജാൻ. നാഥ അവനിൽ തന്റെ ജാനെ കണ്ടുകൊണ്ട് ആ പേര് ചൊല്ലി വിളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് തന്റെ കയ്യിലൊരു നനവ് തട്ടിയത്. നാഥ ഒരു പകപ്പോടെ നോക്കി. നീലാംബരി ചെടിയുടെ പൂക്കുലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞിന്റെ കണങ്ങൾ തന്റെ കയ്യിൽ തട്ടി തഴുകുന്നു. കുഞ്ഞിനെ മടിയിൽ കിടത്തി നാഥ ആ പൂക്കളിൽ പിടിച്ചുലച്ചു. മഞ്ഞത്തുള്ളികൾ മഴ പോലെ തെറിച്ച ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് വീണതും ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ കണ്ണു തുറന്നു. താങ്ക് ഗോഡ്. മോനെ. നാഥ ആ മോനെ നെഞ്ചിലേക്ക് ചേർത്തു. രാവിലെ കാടിറങ്ങുമ്പോൾ നാഥിന്റെ നെഞ്ചിൽ ആ മോനുമുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെന്ത് ചെയ്യും നാഥ? അറിയില്ല, പക്ഷെ ഒന്നറിയാം,
ഉപേക്ഷിക്കില്ല. നിനക്ക് കുടുംബമില്ലല്ലോ നാഥ. നീ എങ്ങനെ ഇവനെ നോക്കും? നീ യാത്ര ചെയ്യുമ്പോൾ ഇവനെ എവിടെ ഏൽപ്പിക്കും? ആകുലത പ്രേമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാഥിന്റെ മനസ്സിൽ തെളിഞ്ഞ് തന്റെ വലിയ സാമ്രാജ്യമായിരുന്നു മേനോൻസ്. മേനോൻ കുടുംബത്തിലെ നാഥ് മേനോന്റെ മകനായി ഇവൻ വളരും. നാഥ, പേര്, ഈ മോന്റെ പേര് കൂടി അറിയില്ലല്ലോ നിനക്ക്. തീയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന വെളിച്ചമാണിവൻ. നീലാംബരി പൂവിന്റെ തണുപ്പിൽ കണ്ണുകൾ തുറന്ന് എന്റെ ജീവിതത്തിലേക്ക് വന്ന എന്റെ വെളിച്ചം കിരൺ നാഥൻ, എന്റെ കിരൺ മോൻ. അതും പറഞ്ഞ് ആ കുഞ്ഞിന്റെ മുഹൂർത്താവിൽ നാഥ് ചുണ്ടി ചേർത്തു. ബാഗിൽ നിന്നൊരു ബുക്കിന്റെ പേപ്പർ കീറിയെടുത്ത് അതിലെന്തോ എഴുതി പ്രേമൻ നാഥിന് നേരെ നീട്ടി. നാഥ, ഇത് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്കൂളിലെ ഫോൺ നമ്പറാണ്. എന്തെങ്കിലും തിരുവനന്തപുരം വരുമ്പോൾ ഈ നമ്പറിൽ വിളിക്കണം. എവിടെയായാലും ഞാൻ ഓടിയെത്തും. മറക്കില്ല, ഒരു കാലത്തും മറക്കില്ല, മരണം വരെയും മറക്കില്ല. പ്രേമൻ നടന്നകലുമ്പോൾ കിരണിനെ ചേർത്ത് പിടിച്ച നാഥ് നോക്കി നിന്നു. നീ കിരൺനാഥനല്ല, കിരൺനാഥ് മേനോനാണ്. ഈ നാഥ് മേനോന്റെ മകൻ. ദൂരെ ഒരു കൊട്ടാരത്തിൽ നിനക്ക് കൂട്ടിന് എൻ്റെ പ്രാണനുണ്ട്. ജയ് ശിവനാഥ മേനോൻ എന്ന ഞാൻ. ഒപ്പം നിന്റെ മാത്രം ശ്രീയമ്മയും ഗ്രാൻമയും ഗ്രാൻപയും അച്ഛമ്മയും അച്ഛനും അങ്കിളൊക്കെ ഉണ്ട്. എല്ലാത്തിനും പുറമെ നിനക്ക് ഈ അച്ഛനുണ്ട് എന്നും. ഇനിയും വായിക്കാൻ കഴിയാതെ നീർത്തിളക്കം ബാധിച്ച തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ച് ആ ഡയറി മടക്കി നെഞ്ചോട് ചേർത്ത് ബെഡിൽ ചാരിയിരുന്നു ഞാൻ ഏറെ നേരം. വേദന കൊണ്ട് പിടഞ്ഞ ശോഭന ടീച്ചർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ആർ വീണ്ടും മയക്കത്തിലേക്ക് വഴുതി വീഴുന്ന നോക്കിയിരുന്നു ശ്രീ പാർവതി. ഡാ, ഇനിയെങ്കിലും ഒന്ന് പറയടാ, നിന്റെ ഈ വെളുത്ത ചന്തിയിലേക്ക് കരിഞ്ഞ പാടെ എങ്ങനെ പറ്റിയതാ? വല്ലവളും ചട്ടുകം വെച്ച് പൊള്ളിച്ചാണോ? കിരണിന്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ കാവ്യ ഒരു ചിരിയോടെ ചോദിച്ചു. വെളുപ്പാൻ കാലത്തിന് നിനക്ക് എന്താടി? അത് പണ്ടെങ്കിൽ ഞാൻ തീയിൽ കളിച്ചതാ. എങ്കിലും ഇത്ര കറക്റ്റായിട്ട് പിന്നാമർ തന്നെ ഡാമേജ് ആയാലോടാ. അടക്കി ചിരിച്ചുകൊണ്ട് കാവ്യനെ കളിയാക്കി. അതിനെന്താടി വേണേ? ഉമ്മറം പെർഫെക്റ്റ് അല്ലേ? കുറച്ചു മുമ്പ് ചേട്ടനാ തെളിയിച്ചതല്ലേ? വേണേലും ഒന്നുകൂടി തെളിയിക്കട്ടെ. ഒരു കുറുമ്പോടെ കിരൺ കാവ്യയുടെ ദേഹത്തേക്ക് അമർന്നു. രാവിലെ ഡൈനിങ് ടേബിൾ മുമ്പിലെത്തിയ ജാന്റെ മുഷ്ടിയിരുണ്ടു. ടേബിളിന് ചുറ്റും വട്ടമിട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആവണിയെയും മാധവിയെയും കണ്ടതും ദേഷ്യം കൊണ്ട് ജാൻ പല്ലി ഞെരിച്ചു. അത് മനസ്സിലാക്കിയിട്ടാവണം പെട്ടെന്ന് തന്നെ ശിവനാഥ് മേനോൻ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു. എന്റെ പൊന്നു മോനെ ഉണ്ണിക്കുട്ട, പശുവും ചത്ത് മോരിലെ ഏതാണ്ട് പറയുമല്ലോ, ഒരാവശ്യത്തിന് ഉപരിക്കാത്ത ഈ പഴഞ്ചൊല്ലൊക്കെ ആരെയും പടച്ചു വിടുന്നേ. തോളിലൂടെ ചുറ്റിയ ശിവനാഥിന്റെ കൈ തട്ടി മാറ്റി ഞാൻ അയാളെ തുറിച്ചു നോക്കി. വേണ്ടടാ, വീട്ടേക്ക്. എന്തായാലും നിന്റെ കെട്ട് കഴിഞ്ഞു. ഇനി ആവണിയിൽ അവിടെ കുഞ്ഞമ്മ വിചാരിച്ചാലും നീലാംബരി മോൾക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. എന്റെ മോനം നടങ്ങ്, ആ ഒരു പൊക്കോളൂ. ശ്രീനെ ഓർത്ത് പ്ലീസ്. പല്ലി അടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ ഒരു ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു ഞാൻ. തന്റെ എതിർവശത്തിരിക്കുന്ന ആവണിയെയും മാധവിയെയും ആദിത്യനെയും അവൻ മാറി മാറി നോക്കി. ആവണിക്ക് ജാൻ ഒളി കണ്ടിട്ട് നോക്കാനേ സാധിച്ചുള്ളൂ. അവന്റെ ദേഷ്യഭാവളിൽ തെല്ലൊരു ഭയം ജനിപ്പിച്ചിരുന്നു. എന്നാൽ ആദിത്യൻ ജാനെ കണ്ണെടുക്കാതെ നോക്കിപ്പോയി. തന്റെ മുന്നിലിരിക്കുന്ന പുരുഷരൂപം. ഒരു പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം. അത്രമേൽ വശ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഉണ്ണിക്കുട്ടാ, നീലാംബരി മോളെ കാണുന്നില്ലല്ലോ. എഴുന്നേറ്റില്ലേ ഇതുവരെ? അതിന് രാത്രി ഉറങ്ങിയിട്ട് വേണ്ട എഴുന്നേക്കാൻ. അവൻ ഇവിടെ ഉറക്കി കാണില്ല. ബെല്ലും ബ്രേക്കും ഇല്ലാതെ കനകം പറഞ്ഞതും ജയേന്ദ്രൻ അവിടെ കാലിൽ ആഞ്ഞ് ചവിട്ടി. ഹോ, എന്നെ ചവിട്ടാതെ മനുഷ്യ. കല്യാണം കഴിഞ്ഞ പുതുമോടികൾക്ക് മിണ്ടാനും പറയാനും ഒരുപാട് കാണില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിസ്സാരം പോലെ അവരത് പറഞ്ഞതും ഒരവസരം കിട്ടിയ പോലെ ശിവനാഥത്തിൽ കയറി തൂങ്ങി. ശ്രീയമ്മയുടെ ഉദ്ദേശമൊക്കെ ഇവിടെ ഞങ്ങൾക്ക് പിടികിട്ടി. പുതുമോടികളെ രാത്രി ഉറക്കളച്ചല്ലേ നീണ്ടേ പറയും ചെയ്യുന്നു. ഒന്ന് പോയേ. ശിവനാഥ് പറഞ്ഞിട്ട് ശ്രീനിവാസ് ഉറക്കെ ചിരിച്ചു. അപ്പൊ അമ്മ ഉദ്ദേശിച്ചത് അത് വേറെയാ, സംശയമില്ല. ചിരിച്ചിരിച്ച് മാധവി നോക്കിയതും ആ മുഖത്തെ രൗദ്രഭാഗം കണ്ട് ശ്രീനിവാസന്റെ ചിരിയും ചുണ്ടൊക്കെ ഒരുപോലെ കൂടിപ്പോയി. ഓ, ശ്രീ വന്നില്ലേ ശിവ? കിരണിനെയും കാവ്യം കാണുന്നില്ലല്ലോ. വിഷയം മാറ്റാനായി ശ്രീനിവാസൻ ശിവനാഥിനോട് ചോദിച്ചു. ശ്രീ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയതാ. ഇനി എപ്പോ വരുന്ന യാതൊരു ഐഡിയ ഇല്ല. പിന്നെ കിരണും കാവ്യം കൊള്ളാം. ഈ ലോകത്തിൽ പെണ്ണ് കിട്ടിയ അവൻ മാത്രമെന്നാ അവന്റെ വിചാരം. പാവക്കുട്ടിയെ കൈ കിട്ടിയ പോലെയല്ലേ കാവ്യ കൊണ്ടിടക്കുന്നത്. പ്രൈവസിക്ക് വേണ്ടി ഫ്ലാറ്റിൽ പോയതാ. ഇവിടെ ശ്രീയമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യ പോലും. ഒളിഞ്ഞു നോട്ടം. ഞാൻ എപ്പോഴാണ് അവരെ ഒളിഞ്ഞു നോക്കാൻ പോയത്? അത് നീയും നിന്റെ കെട്ടിയോളായിരിക്കും. കനകത്തിന്റെ ഒറ്റാട്ടിൽ ശിവനാഥ മേനോന്റെ നാവ് ദോശയോടൊപ്പം ഇറങ്ങിപ്പോയി. ഈ സമയം ആവണി ഒളി കണ്ടിട്ട് ജാനെ തന്നെ നോക്കി. സ്റ്റെയറിലേക്ക് നോക്കി വല്ലാത്തൊരു ഭാഗത്തിൽ ഇരിപ്പാണ് അവൻ. ചിരിയോ ദേഷ്യമോ ഒന്നുമില്ലാത്ത തികച്ചും വശ്യമാർന്നൊരു നോട്ടം. ഇരുകാലം വിറപ്പിച്ചുകൊണ്ട് മീശയും താടിയും അമർത്തി തടയവൻ നോക്കുന്നിടത്തേക്ക് ആവണിയൊന്ന് മുഖം തിരിച്ച് നോക്കി. സ്റ്റെപ്പുകൾ ഇറങ്ങി ജാനെ തന്നെ നോക്കി വരികയാണ് നീലാംബരി. അവന് ഈ നോട്ടം അത്രയും അവളെ കാണിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലായതും ആവണി ദേഷ്യത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു. നീലാംബരിക്ക് ജാനെ നോക്കാൻ വല്ലാത്തൊരു ചമ്മൽ തോന്നി.
രാവിലെ ഉണർന്നപ്പോൾ അവനെ റൂമിൽ കണ്ടില്ല. നോക്കുമ്പോൾ ബാൽക്കണിയിൽ പോയി കൈയും കെട്ടി എവിടേക്കോ നോക്കി നിൽക്കുന്നവനെയാണ് കാണുന്നത്. അതുകൊണ്ട് പമ്മി അവളുടെ ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഏറെ സമയം അവിടെ നിന്ന് അതും ഇത് ആലോചിച്ച് സമയം കളഞ്ഞു. ബാത്ത് ടബിലേക്ക് നോക്കാൻ കൂടി അവൾക്ക് കഴിഞ്ഞില്ല. രാത്രി അതിൽ നിറഞ്ഞിരുന്ന വെള്ളം അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ പതിയെ അടിവെച്ചാണ് നീലാംബരി നടന്നു വരുന്നത്. ആ കാഴ്ച കണ്ട് കനകൻ ചുണ്ടുകൂട്ടിയൊന്ന് ചിരിച്ചു. എന്തുകൊണ്ടാവും അവൾ അങ്ങനെ നടക്കുന്നതെന്ന് ആവണിക്കും മാധവിക്കും കനകത്തിനും ഒക്കെ മനസ്സിലായിരുന്നു. ആളുകളൊക്കെ എന്തോ സംസാരിക്കുന്ന തിരക്കിലാണ്. ജാൻ അവളെ മുഖം താഴ്ത്തി അടുത്തേക്ക് വിളിച്ചു. അവൾ പതിയെ നടന്നവന്റെ അടുത്തുള്ള ചെയറിൽ വളരെ പതിയെ ഇരുന്നു. ജാന്റെ നോട്ടം അപ്പോഴും അവൾ തന്നെയായിരുന്നു. നീലാംബരി ആണെങ്കിൽ കള്ളം ചെയ്ത കുട്ടിയെ പോലെ കൈവിരൽ തിരുമ്മി മുഖം കുനിച്ചിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന പാവക്കുട്ടി പോലെ ഒരുവൾ. കൈവിരലുകൾ അവളുടെ തുടുത്ത മുഖം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ആദ്യത്തിന് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. കോളറുള്ള ഫുൾ സ്ലീവ് നൈറ്റ് സ്യൂട്ട് ഷർട്ടും പാന്റുമായിരുന്നു അവളുടെ വേഷം. അല്ല, നീലാംബരി മോൾക്ക് തണുക്കുന്നുണ്ടോ? അല്ല, മൂടി കെട്ടി ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നോണ്ട് ചോദിച്ചതാ. ഇനി ഞാൻ പറഞ്ഞേ കയറി തൂങ്ങാൻ ആരും വരണ്ട. ആ, എല്ലാം കനകം തന്നെ പറഞ്ഞു തീർത്തു. നീലാംബരിക്ക് തൊലിയിരിഞ്ഞ പോലെ തോന്നി. ശരിയാണോ? തന്റെ ദേഹത്ത് മുഴുവൻ പാടുകളാണ്. അത് മറച്ചു പിടിക്കാൻ നോക്കി തന്നെയാണ്. അവൾ ഇടം കണ്ടിട്ട് ജാനയും നോക്കി. ഇപ്പോഴും തന്നെ നോക്കിയിരിപ്പാണ്. ഒരു കുലുക്കവും ഇല്ല. താനിങ്ങനെ നോക്കിയിരുന്നാൽ അവൾ ഈ ഇരിപ്പ് തുറയുന്ന ചെക്കന് പണ്ടേ അറിയാം. അതുകൊണ്ട് ജാൻ തന്നെയാണ് അവളുടെ പ്ലേറ്റിൽ ദോശയും കറിയും വിളമ്പിയത്. കഴിക്ക്, അവൻ പറയുമ്പോൾ അവൾ പതിയെ കഴിച്ചു തുടങ്ങി. അവളുടെ വെളുത്തുമിലിഞ്ഞ പഞ്ഞി പോലുള്ള കൈവിരലുകൾ ദോശ മുറിച്ച് വായിലേക്ക് വയ്ക്കുന്ന കാണെ എന്തോ ഓർമ്മയിൽ ജാൻ ശ്വാസം ഒന്ന് ഊതിവിട്ടു. തന്റെ ചില പ്രവൃത്തികളിൽ ഈ വിരലുകളിടയിൽ കയറാറുള്ളതും ആ സമയങ്ങളിലെല്ലാം താൻ അവയെ നുണഞ്ഞെടുക്കുന്നതുമൊക്കെ അവന്റെ ഓർമ്മയിലേക്ക് വന്നു. ആ ഓർമ്മയിൽ തന്നെ അവൻ അവൾക്കടുത്തേക്ക് ആഞ്ഞു വന്നു. നില, എനിക്ക് ദോശ വേണം. അവൻ പതിയെ അവളുടെ കാതോരം പറഞ്ഞതും നില അവന്റെ മുമ്പിലിരിക്കുന്ന ബൗളിലേക്കൊന്ന് നോക്കി. സൂപ്പ് ബോളിൽ എന്തോ സ്പൂണിൽ കോരിയെടുക്കുകയാണ് അവൻ. അവൾ പതിയെ കാസറോൾ തുറക്കാനായി ഇടത് കൈ നീട്ടിയതും അവൻ ആ കൈ കവർന്നെടുത്തു. നീ കഴിക്കുന്ന വേണമെന്നില്ല, ഫീഡ് മീ. അവൻ വീണ്ടും പതിയെ പറഞ്ഞു. ഉണ്ണിയിട്ട് എല്ലാവരും ഇരിക്കുമല്ലേ, അവർ കാണില്ലേ? അവൾ ശബ്ദം താഴ്ത്തി പതിയെ പറഞ്ഞു. കാണട്ടെ, എനിക്കിപ്പോൾ വേണം. ദോശ കഴിക്കാൻ ഇത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ ഈ കാടി കുടിക്കുന്നത്? ഒരു ചിരിയോട് അവൾ ചോദിച്ചു. ഏയ് നോ, ഐ വാണ്ട് ടു ടേസ്റ്റ് യുവർ ഫിംഗേഴ്സ്. ആ പറച്ചിൽ കേട്ട് അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ നോക്കിയ ശേഷം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എന്തോന്ന്? നിലാ. ആ വിളി ഒടുക്കത്തെ വിളിയാണെന്ന് അവൾക്കറിയാം. അവൾ എല്ലാവരെയും നോക്കി. സംസാരവും കഴിപ്പൊക്കെ നടക്കുകയാണ്. അവൾ പെട്ടെന്നൊരു കഷ്ണം ദോശ മുറിച്ചെടുത്ത് കറിയിൽ മുക്കി അവന് നേരെ നീട്ടി. അവനൊരു ചിരിയോട് ആ കയ്യിൽ പിടുത്തമിട്ടു. ദോശയും ചേർത്ത് അവൻ അവളുടെ വിരലുകൾ വായ്ക്കുള്ളിലാക്കി. ദോശ വായിലേക്ക് എടുത്ത ശേഷം അവൻ ആ വിരലുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന കറി നാവുകൊണ്ട് നുണഞ്ഞെടുത്തു. നീലാംബരി ഒന്ന് വിറച്ചുപോയി. അവളുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. ശ്വാസം വലിച്ചെടുത്ത് അവൾ കണ്ണുകൾ തുറന്നോക്കിയതും കാണുന്നത് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ആദിത്യനെയാണ്. അവളിലെ ആ ഭാവം ആദിത്യനൊരു ഞെട്ടലോടെ നോക്കിയിരുന്നു പോയി. നിലവേഗം കൈ പിൻവലിച്ചുകൊണ്ട് മുഖം നേരെയാക്കിയ നിമിഷം ആദിത്യൻ കണ്ണുകൾ മുറുക്കി അടച്ച് നെറ്റിയൊഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വാഷേരിയിലേക്ക് പോയിരുന്നു. ആദിത്യന് മനസ്സിൽ നിറഞ്ഞത് അത്രയും നീലാംബരിയുടെ മുഖത്തുണ്ടായ ഭാവങ്ങളായിരുന്നു. ഹോ, എന്തൊരു പെണ്ണാണ്! എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയോ ഒന്ന് അവളെ ഓർത്തവും തൊട്ടുപുറകിലൊരു അശരീരി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.